Is this number you are using? No, sir. This is the unknown number. 17 കേസുകൾ നിങ്ങളുടെ പേരിൽ FIR അടക്കം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ട് നിൽക്കാത്ത രീതിയിൽ ഷിവറിംഗ് ആയി ആകെ പേടിച്ച്. നാട്ടിൽ ഡിജിറ്റൽ അറസ്റ്റുകൾ വർദ്ധിച്ചു വരികയാണ്. ഓരോ ദിവസവും ഡിജിറ്റൽ അറസ്റ്റിന് വിധേയരായി പണം നഷ്ടപ്പെടുന്നവരും ഏറെയാണ്. ഇതിനിടയിലാണ് ഒരു നിമിഷത്തെ ജാഗ്രതയും മനസാന്നിധ്യവും മാത്രം മതി ഇത്തരം തട്ടിപ്പ് സംഘങ്ങളെ നേരിടാനെന്ന് കാണിച്ചു തരികയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ നഴ്സായ ചിന്നുമോളും ഭർത്താവും. ആദ്യം തട്ടിപ്പ് സംഘം ചിന്നുമോളുമായി സംസാരിച്ച സംഭാഷണം കേൾക്കാം. Ma'am, let me guide you how to do this. It's very simple process. Have you ever filed a complaint in real life or online? No. Okay, ma'am. It's very simple. When I transfer your call, just like your call was transferred to me, I will transfer the call to the department, police department. But make sure you have to give them an online statement, verbal statement. They will record your statement and Brother, with the case file. Can I do one thing? My husband knows Hindi. So can I arrange them to call them? Ma'am, this is a IVR recorded line. I can only transfer your call through my hotline, emergency hotline. But if you want, you can file a complaint and call your husband later and tell him about it. You just need to give them the information and file a complaint. Like to write a complaint, it will take you like 20-25 minutes. That's it. ടെലികോം അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരെന്ന് പരിചയപ്പെടുത്തി ഇന്നലെയാണ് ചിന്നുവിന് ഒരു ഫോൺ കോൾ വരുന്നത്. ചിന്നുവിന്റെ സിം ഉപയോഗിച്ച് പലർക്കും അശ്ലീല ദൃശ്യങ്ങളും സന്ദേശങ്ങളും അയച്ചുവെന്നായിരുന്നു സംഘം ചിന്നുവിനെ അറിയിച്ചത്. ചിന്നു ഇതെല്ലാം നിഷേധിച്ചു. തന്റെ പേരിൽ അത്തരമൊരു സിമ്മില്ലെന്നും ആർക്കും സന്ദേശം അയച്ചില്ലെന്നും പറഞ്ഞു. പക്ഷേ സംഘം വിട്ടില്ല. തൊട്ടടുത്ത നിമിഷം പോലീസിന് ഫോൺ കോൾ കൈമാറുന്നു എന്ന് സൂചിപ്പിച്ച് സംഘം മറ്റൊരാൾക്ക് ഫോൺ കണക്ട് ചെയ്തു. ആ സംഭാഷണമാണ് ഇനി. They contact me by warning and they are going to disconnect or suspending my phone number. A total of 17 complaints and 1 FIR came to our Mumbai police station to complain and report you. There is a mobile number 845187. Is this number you are using? No, sir. This is the unknown number. മുംബൈ അന്തേരി പോലീസിലെ ഉദ്യോഗസ്ഥരെന്ന വ്യാജേനയാണ് ഇയാൾ ചിന്നുവിനോട് സംസാരിച്ചത്. സാധാരണക്കാരെ വിശ്വസിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഈ തട്ടിപ്പ് സംഘത്തിന്റെ ഇടപെടൽ. ആദ്യം ഈ തട്ടിപ്പ് സംഘത്തിന്റെ സമ്മർദ്ദത്തിന് ചിന്നു ഭയപ്പെട്ടെങ്കിലും പിന്നീട് കാര്യങ്ങൾ മനസ്സിലായി. 9:15 കൂടി ടെലികോം അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നൊരു ഉദ്യോഗസ്ഥൻ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ ഫോൺ നമ്പറുകളൊക്കെ സസ്പെൻഡ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ റീസൺ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ ഉപയോഗിച്ചിട്ട് ഹരാസ്മെൻറ്റ് മെസ്സേജസ്, പോണോഗ്രാഫി വീഡിയോസൊക്കെ സെൻഡ് ചെയ്തിട്ട് അന്തേരി പോലീസ് സ്റ്റേഷനിൽ ഒരു 17 കേസുകൾ നിങ്ങളുടെ പേരിൽ FIR അടക്കം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ബോംബെയുമായിട്ട് എനിക്കൊരു കോൺടാക്റ്റും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത സിം കാർഡ് ഉപയോഗിച്ചാണ് ഇത് നടന്നിട്ടുള്ളത്, നിങ്ങളല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ സമ്മതിക്കും എന്നൊക്കെ പറഞ്ഞവർ കുറേ പറഞ്ഞു. പിന്നെ അവരത് പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കാൻ വില്ലിങ് ആണെന്ന് പറഞ്ഞപ്പോൾ അവരത് പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറി. അങ്ങനെ കൈമാറുന്ന സന്ദേശം ഞാൻ കേട്ടു. എന്നുവെച്ചാൽ അന്തേരി പോലീസ് കൺവേർട്ടിംഗ് ദ കോൾ ടു അന്തേരി പോലീസ് സ്റ്റേഷൻ അങ്ങനത്തെ സംതിങ് എന്തോ പറഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വേറൊരാൾ ഫോൺ എടുത്തു. ആൾ അവിടുത്തെ ഹെഡ് കോൺസ്റ്റബിൾ ആണ് എന്നാണ് പരിചയപ്പെടുത്തിയത്. എന്നിട്ട് കംപ്ലയിൻറ്റ് പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ആദ്യം ആൾ ക്ഷമയോട് ഇത് കേട്ട് നിന്നിട്ട് പിന്നെ ആളുടെ സൗണ്ടിൻ്റെ ട്യൂണ് മാറിയിട്ട് ഇത് ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തില്ലെങ്കിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കാന്നുള്ള കോൺസിക്വൻസസും ഭീഷണി സ്വരത്തിലായി പിന്നെ പറയാൻ തുടങ്ങുന്നത്. 2 year ഇംപ്രിസൺമെൻറ്റ് വരെ കിട്ടാവുന്ന പ്രശ്നമാണ്, നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഇതിൻ്റെ സീരിയസ്നെസ് അറിയില്ലേ എന്നൊക്കെ പറഞ്ഞു. അത് ശരിക്കും ആളുടെ സൗണ്ട് മാറിയപ്പോൾ എനിക്ക് പേടിയായി ശരിക്കും. 2 മണിക്കൂറിനകം മുംബൈയിലെത്തണമെന്നായിരുന്നു ഈ സംഘം ആവശ്യപ്പെട്ടത്. കേരളത്തിലാണെന്ന് പറഞ്ഞപ്പോൾ വീഡിയോ കോൾ വഴി ഭീഷണിപ്പെടുത്താനായിരുന്നു ഈ സംഘത്തിന്റെ പദ്ധതി. എന്നാൽ ഇതിനിടയിൽ വീട്ടിലേക്ക് വന്ന ഭർത്താവിന്റെ സംയോജിത ഇടപെടലാണ് ചിന്നുവിനെ വലിയ ഒരു തട്ടിപ്പ് സംഘത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ഞാനിപ്പോൾ കയറി വരുമ്പോൾ വളരെ പാനിക്കായിട്ട് നിൽക്കുന്ന സ്റ്റേജായിരുന്നു. വാട്സപ്പ് കോൾ അവരുടെ ഉന്നത ഉദ്യോഗസ്ഥൻ വന്നിട്ട് ഒരു വാട്സപ്പ് കോൾ വഴി വെർച്വൽ അറസ്റ്റ് ചെയ്തിട്ട് അതിനുള്ള പ്രൊസീജിയർ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ കംപ്ലയിൻറ്റും ഈ വെർച്വലായിട്ട് തന്നെ കൊടുക്കാനാണ് അവർ പറഞ്ഞത്. അതെല്ലാം വാലിഡാണെന്നാണ് അവർ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് അവരുടെ ഭാഷയിൽ തന്നെ ഹിന്ദിയിൽ തന്നെയാണ് സംസാരിച്ചത്. അപ്പോൾ അവരോട് പറഞ്ഞു നീ ഏത് കേസായാലും ഞാൻ ക്ലിയർ ചെയ്തോളാം, പക്ഷേ എൻ്റെ കേരള പോലീസ് വഴിയാണ് ഞാനിത് ക്ലിയർ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് എൻ്റെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് SI ആയിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ആ SIനെ നിങ്ങൾക്ക് ആ സ്റ്റേഷൻ്റെ പേരും കാര്യങ്ങളും ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് നിങ്ങൾ കോൾ കട്ട് ചെയ്യല്ലേ, ഈ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് നേരെ SIയുടെ ഞങ്ങൾ ഫോൺ കൊടുക്കും. അവിടുന്ന് പോലീസ് സ്റ്റേഷൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് SI ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ അപ്പോൾ തന്നെ ഫോൺ കട്ട് ചെയ്യുകയും
പിന്നെ അവരെ പറ്റി ഒരു അഡ്രസ്സും ഉണ്ടായിട്ടില്ല. നേരെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയും പോലീസുകാരോട് കാര്യങ്ങൾ പറഞ്ഞു. പോലീസുകാരാണ് വൈഫിനെ സമാധാനിപ്പിച്ചത്. അത്ര അധികം ഞാൻ പറഞ്ഞിട്ട് നിൽക്കാത്ത രീതിയിൽ ഷിവറിങ് ആയി ആകെ പേടിച്ച് ഇറങ്ങലിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. പോലീസുകാർ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമില്ല, ഇത് തട്ടിപ്പ് തന്നെയാണ്, ഇങ്ങനെ ഒരു കേസില്ല എന്ന് പറഞ്ഞപ്പോഴാണ് വൈഫിന് സമാധാനമായത്. ഇത്തരം തട്ടിപ്പ് സംഘത്തിന്റെ ഫോൺ കോൾ വന്നാൽ സമ്മർദ്ദത്തിനും ഭീഷണിക്കും വഴങ്ങാതെ ആദ്യം പോലീസിനെ അറിയിക്കുക. ഈ കുടുംബം കാണിച്ച മാതൃക മറ്റുള്ളവർ പിന്തുടർന്നാൽ വലിയ ഒരു തട്ടിപ്പ് സംഘത്തിൽ നിന്ന് രക്ഷപ്പെടാം. കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ, 24.